Hi friends, again welcome back to our channel. ഇന്ന് നമ്മുടെ സൺടാൻ ചലഞ്ചിന്റെ 11ാമത്തെ ഡേ ആണ്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നത് പോലെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഫേസ് പാക്ക് ആണ് ഇന്നുള്ളത്. ഇതുവരെ ആരും കാണിച്ചിട്ടില്ലായിരിക്കും ഇങ്ങനെ ഒരു ഫേസ് പാക്ക് തന്നെ. യൂട്യൂബിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആയിരിക്കും ഇത്. പക്ഷേ അതേസമയം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കാണ്. നിങ്ങളുടെ സൺടാൻ പൂർണ്ണമായിട്ടും മാറാൻ നമ്മൾ ഫൈനൽ സ്റ്റേജിലോട്ട് വന്നിട്ടുണ്ട്. അതായത് 11, 12, 13, 14, 15 ഈ ലാസ്റ്റ് 4 ഡേയ്സിലെ പാക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ആ ടാനൊക്കെ മാറി ക്ലിയർ ആയിട്ടിരിക്കുന്ന സ്കിന്നിന്റെ സ്പോട്ടുകളൊക്കെ മാറി സ്കിന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് പാക്സ് ആണ്. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് പാവയ്ക്കയില്ലേ, പാവയ്ക്കയുടെ ജ്യൂസ് കൊണ്ടുള്ള ഒരു പാക്ക്. അപ്പൊ നിങ്ങൾ വിചാരിക്കും പാവയ്ക്കയുടെ ജ്യൂസ് കൊണ്ടും പാക്കോ? സത്യമാണ്. ആക്ച്വലി പാവയ്ക്കയുടെ ജ്യൂസ് ആക്ച്വലി വന്ന് നമ്മുടെ സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പാവയ്ക്കയുടെ ജ്യൂസ് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ്. അതായത് നിങ്ങൾ ഡെയിലിയും പാവയ്ക്കയുടെ ജ്യൂസ് മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്കിന്നിന്റെ സ്പോട്ടൊക്കെ മാറി സ്കിന്ന് ക്ലിയർ ആകാനായിട്ട് സഹായിക്കും. പ്രത്യേകിച്ചും വെയിലേറ്റിട്ടുള്ള കറുത്ത പാടുകളൊക്കെ മാറാനായിട്ട് ഏറ്റവും നല്ലതാണ് പാവയ്ക്ക. ഈ പാവയ്ക്ക കൊണ്ട് തന്നെ നമ്മുടെ കഴുത്തിലെ കറുപ്പൊക്കെ മാറ്റാനായിട്ട് വളരെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ മുമ്പ്. കഴുത്തിലെ കറുപ്പ് മാറ്റാനായിട്ടൊക്കെ പാവയ്ക്കയുടെ ജ്യൂസ് വളരെ ഉപയോഗപ്രദമാണ്. അതായത് ആയുർവേദിക് ഷോപ്പുകളിലൊക്കെ, അതായത് ആയുർവേദിക് ഹോസ്പിറ്റലുകളിലൊക്കെ പാവയ്ക്കയുടെ ജ്യൂസ് ഉപയോഗിക്കാറുണ്ട്. ഇത് കഴുത്തിന്റെ കറുപ്പ് മാറ്റാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള വീട്ടിൽ തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പാക്കാണ് ഇന്നത്തെ സൺടാൻ പാക്ക്. അപ്പൊ നമുക്ക് പോയി നോക്കിയാലോ എങ്ങനെയാണ് ഈ പാക്ക് ഉണ്ടാക്കുന്നതെന്ന്. അപ്പൊ നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് ഒരു പാവയ്ക്ക. ഇത് നല്ല കുഞ്ഞു പാവയ്ക്കയാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ വലിയ പാവയ്ക്ക ആയാലും മതി. എനിക്ക് വലിയ പാവയ്ക്ക കിട്ടാത്തതുകൊണ്ടാണ് ഈ കുഞ്ഞു പാവയ്ക്ക വാങ്ങിച്ചത്. ഈ കുഞ്ഞു പാവയ്ക്ക നല്ലപോലെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ അരച്ച് ജ്യൂസ് എടുക്കാം. ജ്യൂസ് എടുത്തതിന് ശേഷം ജ്യൂസിട്ട് അരിച്ചെടുക്കണേ. ജ്യൂസ് ഇതുപോലെ അരിച്ച് ജ്യൂസ് എടുക്കാം. ജ്യൂസ് എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൾട്ടാനി മിട്ടിയാണ്. മുൾട്ടാനി മിട്ടിയുടെ പൊടിയില്ലേ, അതാണ് പിന്നെ വേണ്ടത്. മുൾട്ടാനി മിട്ടിയും അതായത് പാവയ്ക്കയുടെ ജ്യൂസും തമ്മിലുള്ളൊരു കോമ്പിനേഷനാണ് ഇന്നത്തെ പാക്ക്. മുൾട്ടാനി മിട്ടി എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിന് ആവശ്യത്തിനുള്ള മുൾട്ടാനി മിട്ടി എടുക്കാം. മുഖത്തിലും കയ്യിലും ഇടാന്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ കൈകളിലും ഇട്ട് കൊടുക്കുക. ടാൻ എന്ന് പറയുന്നത് കൈകളിലും കാലുകളിലും ഒക്കെ വരുന്നതാണ് ടാന്. അപ്പോൾ ആവശ്യത്തിനുള്ള മുൾട്ടാനി മിട്ടി എടുക്കുക. മുൾട്ടാനി മുട്ടി എടുത്തതിന് ശേഷം അതിൽ പാവയ്ക്കയുടെ ജ്യൂസ് ഒഴിച്ച് കുഴയ്ക്കാൻ എത്രത്തോളം ആവശ്യമുണ്ട്. കാരണം മുൾട്ടാനി മിട്ടി കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ടൈറ്റ് ആവും, അതൊരുമാതിരി മുറുകിപ്പോവും. അങ്ങനെ ആകരുത്. കുറച്ചൊരു വാട്ടറി എഫക്റ്റിൽ വേണം മുൾട്ടാനി മിട്ടി കുഴച്ചെടുക്കാനായിട്ട്. എന്നും പറഞ്ഞ് ഒരുപാടൊക്കെ വാട്ടർ ആകണ്ട, അത്യാവശ്യം ഒരു വാട്ടറായിട്ടിരിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മുൾട്ടാനി മിട്ടിയും പാവയ്ക്ക നീരും കൂടെ കുഴച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ, ഒരുപാട് തിക്കുമല്ല ഒരുപാട് തിന്നുമല്ല, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ലപോലെ മുൾട്ടാനി മിട്ടി കണ്ടില്ലേ ഇങ്ങനെ കുഴച്ചെടുക്കാം. ഇതാണ് നമ്മുടെ പാക്ക്. ഇതാണ് ഇന്നത്തെ നമ്മുടെ പാക്ക്. അപ്പൊ എപ്പോഴും പറയുന്നത് പോലെ മുഖം നല്ല വൃത്തിയായിട്ട് കഴുകി എല്ലാം നല്ലപോലെ കഴുകി കളഞ്ഞ് നല്ല നീറ്റ് ആക്കിയതിന് ശേഷം മുഖം നല്ലപോലെ കഴുകണേ. കഴുകിയതിന് ശേഷം നമ്മുടെ ഈ പാക്ക് മുഖത്ത് അപ്ലൈ കൊടുക്കാം. നമ്മൾ മറ്റേ സാധാരണ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുന്നത് പോലെ മസാജ് ചെയ്ത് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അതായത് ഇങ്ങനെ നല്ലപോലെ നല്ല റൗണ്ടായിട്ട് കണ്ണിനടിയിലും. എനിക്ക് കണ്ണിനടിയിൽ കുറച്ച് കറുപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പേഴ്സണലി എല്ലാ പാക്കുകളും കണ്ണിനടിയിൽ ഇടാറുണ്ട്. കണ്ണിനടിയിൽ ഇട്ട് കഴിഞ്ഞാൽ കണ്ണിന്റെ അടിയിൽ ഒരു സ്കിന്ന് പോകും എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ഒരുപാട് ഡ്രൈ ആക്കുന്നില്ലല്ലോ നമ്മള്, അതുകൊണ്ട് കുഴപ്പമില്ല. നല്ലപോലെ നമ്മുടെ സ്കിന്നിന്റെ എല്ലാ ഭാഗങ്ങളിലും നല്ലപോലെ മസാജ് ചെയ്ത് പിടിപ്പിക്കണം. മറ്റേത് തേനൊക്കെ തേക്കുന്ന പോലെ 5-6 പ്രാവശ്യം തേക്കേണ്ട, ഒറ്റ പ്രാവശ്യം നമ്മൾ ഫുള്ളായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ എന്ത് ഇട്ടിരുന്നാലും നല്ലതുപോലെ മസാജ് ചെയ്ത് വേണം സ്കിന്നിന് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതായത് ഈ 2 വിരലും ഉപയോഗിച്ചാൽ മതി മസാജ് ചെയ്യാൻ. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഒരുപാട് പ്രഷർ കൊടുത്ത് നമ്മൾ മസാജ് ചെയ്യില്ല. ഈ ഒരു 2 വിരലും ആകുമ്പോഴത്തേക്ക് ഒരു മിതമായിട്ടുള്ള ഒരു പ്രഷറിൽ മാത്രമേ നമ്മൾ മസാജ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു 2 വിരലും നമ്മൾ യൂസ് ചെയ്യുന്നത്. നല്ലപോലെ നമ്മുടെ പിമ്പിളൊക്കെ ഉള്ള ഭാഗത്തുണ്ടല്ലോ, എൻ്റെ നെറ്റിയിൽ ഒരു 2 പിമ്പിളുണ്ട്. അപ്പൊ ആ പിമ്പിളൊക്കെ ഉള്ള ഭാഗത്ത് നല്ലപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പിമ്പിൾ നല്ലപോലെ അമർന്നു പോകും. അതിങ്ങനെ അമർന്നു പോകുന്നത് മാത്രമല്ല, പിമ്പിൾ വന്ന പാടുകൾ വരില്ല. എനിക്കാണെങ്കിൽ പെട്ടെന്ന് പിമ്പിൾ വരുന്ന ഫേസാണ്. പക്ഷെ പിമ്പിൾ വന്ന പാടുകൾ അധികമില്ല, കാരണം ഞാനിങ്ങനെ പിമ്പിളിനകത്തിട്ട് കുത്തിപ്പൊട്ടിക്കാറില്ല. പിന്നെ
പിമ്പിളിനകത്ത് ഇതുപോലെ മുൾട്ടാണി മിട്ടിയൊക്കെ ഇട്ട് കൊടുക്കുന്നു കഴിഞ്ഞാൽ പിമ്പിൾ വന്നാലും അതിന്റെ പാടുകൾ വരാതിരിക്കാനായിട്ട് സഹായിക്കും. നല്ല പോലെ മുഖത്തിലും കഴുത്തിലും കൈകളിലും കാലുകളിലും ഒക്കെ നല്ലതായിട്ട് ഇങ്ങനെ അപ്ലൈ കൊടുക്കാം. കണ്ടില്ലേ എന്ത് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്ക് ആയിരുന്നു അല്ലേ? അത് പാക്ക് ആയിരുന്നു മീൻസ് നിങ്ങളത് ഇട്ട് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ ഓരോരുത്തരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, ഇട്ട് നോക്കണം, എന്നാലേ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് അറിയാൻ പറ്റും. പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞതുപോലെ ഈ മുൾട്ടാണി മിട്ടിയും പാവയ്ക്കയും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ടോൺ എത്ര ഇമ്പ്രൂവ് ആക്കുമെന്ന് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇട്ട് നോക്കിയാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ജസ്റ്റ് ചുമ്മാ നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഈ ഒരു കോമ്പിനേഷൻ എപ്പോഴെങ്കിലും മുഖത്ത് അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. പിന്നെ നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ടും എല്ലാ പെൺകുട്ടികളുടെ ഒരു പാക്കാണ് ഈ പാവയ്ക്കയുടെ ജ്യൂസും മുൾട്ടാണി മിട്ടി എല്ലാവർക്കും അറിയാലോ. സൗന്ദര്യം കൂടാനായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന എല്ലാ പെൺകുട്ടികളും ഉപയോഗിക്കുന്ന ഒന്നാണ് മുൾട്ടാണി മിട്ടി. പിന്നെ നമ്മുടെ മുഖക്കുരുവിന്റെ ഒക്കെ അത് മുഖക്കുരു ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പഴുത്തൊക്കെ വരുമ്പോൾ അതിന് മേടി ചുമ്മാ ഇങ്ങനെ മുൾട്ടാണി മിട്ടി വെച്ച് കൊടുത്താൽ തന്നെ അതിങ്ങനെ താന്നു പോകും. ഭയങ്കര നല്ലതാണ്. പക്ഷെ ഡ്രൈ സ്കിന്നിന് മാത്രം മുൾട്ടാണി മിട്ടി ചുമ്മാ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാതെ ഇതുപോലെ തൈരോ പാലോ ഇതുപോലെ പാവയ്ക്കയുടെ ജ്യൂസോ ഓറഞ്ചിന്റെ ജ്യൂസ് ലെമൺ ജ്യൂസ് ഇതൊക്കെ മിക്സ് ചെയ്ത് മാത്രമേ മുൾട്ടാണി മിട്ടി ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ സ്കിൻ ഒരുപാട് ഡ്രൈ ആയി പോകും. അപ്പൊ നമുക്ക് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കാണ്. നിങ്ങൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അതുപോലെ തന്നെ നമുക്ക് നാളെ 12ാമത്തെ ഡേയിലെ പാക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.